ഇപ്പം UDF ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇവിടെ CPM BJP ഡീലുണ്ട്. 10 സീറ്റുകളിലെങ്കിലും BJP വിജയിപ്പിക്കാനും പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ BJP വിജയിപ്പിക്കാനടക്കം ഡീലുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ ആരാ BJP-യുമായിട്ട് ഡീലുണ്ടാക്കിയിട്ടുള്ളത്? എത്രയോ നാളത്തെ ചരിത്രമാണെന്ന് പോലീസൊക്കെയും അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടല്ലേ. ഈ കള്ളന്മാരെ മുന്നേ ഓടിക്കൊണ്ട് കള്ളെന്ന് വിളിക്കുന്ന പോലെയാണ് ഈ കോൺഗ്രസിൻ്റെ ഏർപ്പാട്. അപ്പോൾ അവരൊരു ഡീൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻകൂട്ടി 2 മുഴ എറിഞ്ഞ് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇതൊന്നും യാതൊരു അർത്ഥമില്ലെന്ന്. CPM-ന് ഒരു കഴഞ്ചു പോലും നീക്കുപോക്ക് ഹിന്ദുത്വ വർഗീയതയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം എങ്ങുമില്ല, ഉണ്ടാവില്ല. പാലക്കാട്ടെ LDF-ന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് എന്താ അവിടെ നിന്ന് മുസ്ലിം വോട്ട് കോൺഗ്രസിൻ്റെ ഇങ്ങോട്ട് പോരുമെന്ന്. അപ്പം ഞങ്ങൾ ജയിക്കും. ഇത്ര പ്രയാസപ്പെടേണ്ട കാര്യം എന്താ? അതല്ലേ അവർ പറയണേ. അപ്പോൾ എന്താ അവർക്ക് പ്രയാസം? ഞങ്ങളല്ലേ ജയിക്കാം, BJP-യിലല്ലേ ജയിക്കാം. അങ്ങനെ BJP വിജയിക്കും. അത് ശരി, ഞങ്ങൾ UDF-നെ പിന്താങ്ങണമെന്നാണ്. വേറെ പണി നോക്കുന്നത്. ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? അവരുടെ വിജയമൊക്കെയാണ് അവരുടെ കൂടെ പ്രവർത്തിച്ച ഇപ്പം നിന്നിരുന്ന പക്ഷേ ആലപ്പുഴയിലെ ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് പ്രൊഫസർ CPM പോയതല്ലേ. സുഹൃത്ത് പോയതിന്റെ സങ്കടം ഉണ്ടോ? ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ അമ്പലപ്പുഴ ആയിക്കോട്ടെ, ഒരാൾ പാർട്ടി മെമ്പർ കൂടെ പോയിട്ടുണ്ടോ? തളിപ്പറമ്പിൽ പോയിട്ടുണ്ടോ? അപ്പോൾ ചില വ്യക്തിത്വങ്ങൾക്ക് അങ്ങോട്ട് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി കൂടിയിട്ട് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിനൊന്നും യാതൊരു വിലയുണ്ടാവില്ല. 9-ാം തീയതി ആകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യപ്പെടും. പക്ഷെ ഞങ്ങൾ CPM നിശ്ചയമായിട്ടും പരിശോധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാളല്ലല്ലോ പലരും മാറേണ്ടി വന്നു? ഒന്ന്, ഇങ്ങനെ നേതാക്കന്മാരാകുമ്പോഴും പരിശോധന വേണ്ടി വരും, തിരുത്തലുകൾ വേണ്ടി വരും. അല്ലാതെ അപ്രമാദിത്വമൊന്നും ആർക്കും കൽപ്പിക്കാൻ പറ്റില്ല. എന്താ ഇങ്ങനെ വന്നത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. അത് 9-ാം തീയതിക്ക് മുമ്പൊന്നും വേണ്ട. 9-ാം തീയതി ഇവരോട് കണക്ക് തീർത്തിട്ട് ശേഷം ഞങ്ങളത് പരിശോധിക്കും. ഇല്ല, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ 60 വർഷക്കാലത്തെ അദ്ദേഹം സ്വയം റദ്ദ് ചെയ്തിരിക്കുകയാണ്. എന്തൊരു ദയനീയമായിട്ടുള്ള കാഴ്ച. സത്യം പറഞ്ഞാൽ ആ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി, സഹതാപം തോന്നി. ഇങ്ങനെ എന്താ CPM-ന്റെ നയത്തോടെ എന്താ എതിർപ്പ്? ഇതുവരെ അതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആകെ ഉള്ളത് എനിക്ക് സ്ഥാനം തന്നില്ല, ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യും? ഇതില്ലേ പറയണത്? അതൊന്നും അമ്പലപ്പുഴയൊന്നും വില പോവില്ല. ഈ സംശയം എന്ത്? അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ 9-ാം തീയതി കണക്ക് തീർത്തിട്ട് ബാക്കി കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി G. സുധാകരൻ പാർട്ടി വിട്ട് എതിർചേരിയിൽ പോയത് മുഖ്യമന്ത്രി പറഞ്ഞത് ചെറ്റത്തരം എന്നാണ്. അതൊക്കെ വലിയ തോതിൽ വിമർശനം. ഒരു വാക്കമ്മ കിടന്നതും കടിച്ചു പൊങ്ങിയൊന്നും വേണ്ട. വളരെ മോശം എന്നുള്ള അർത്ഥം തന്നെ ഉള്ളൂ. വളരെ വളരെ മോശം. അതിനൊരു ഗ്രാമ്യപ്പുറയോ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിൻ്റെ അവസ്ഥയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.